ഇനിയുള്ള 10 ദിനങ്ങൾ ഒരു സാധാരണ ദിനമായി നമ്മുടെ ജീവിതത്തിൽ മാറാൻ പാടില്ല. എന്തോ ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ടുന്ന മാസം അല്ലെങ്കിൽ ദിനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ നമസ്കരിക്കുന്ന രാത്രിയൊക്കെ ഒരുപാട് ദീർഘമായി നിസ്കരിച്ചിട്ട് കാലിന് നീര് വരാറുണ്ടായിരുന്നു, റമദാൻ അല്ലാത്തൊരു സമയത്ത്. എന്നാൽ റമദാൻ കൂടെ വരുമ്പോൾ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയാണ്, കാന ഇദാ ദഖലൽ അശ്റ, അവസാനത്തെ 10 പ്രവേശിച്ചാൽ, അഹ്യൽ ലൈൽ, പിന്നെയുള്ള രാത്രികൾ ഹയാത്താക്കും. ആ രാത്രി ഹയാത്താക്കും എന്ന് പറഞ്ഞാൽ രാത്രി ഒരുപാട് സമയം അങ്ങ് നിസ്കരിക്കും, ഖിയാമുണ്ടാകും. വലിയ ഇഅ്തികാഫ്, ഒരുപാട് സമയം പള്ളിയിൽ മാത്രം ചിന്തകളായി ആരാധനയിലായി ചെലവഴിക്കും. വൽ ഖുർആൻ, ധാരാളം ഖുർആനിന്റെ പാരായണം കൊണ്ട് രാത്രി സജ്ജമാക്കും. വദ്ദിക്രി വദ്ദുആഇ, ധാരാളം ദിക്ർ ദുആകൾ അധികരിപ്പിച്ചുകൊണ്ട് രാത്രി ഹയാത്താക്കും. പള്ളിയിൽ വരാൻ പ്രയാസമുണ്ടോ? വീട്ടിൽ ഇത് ചെയ്യാം. ഇഅ്തികാഫ് വീട്ടിൽ നടക്കൂല. എന്നാൽ രാത്രിയിലുള്ള നന്മകൾ അധികരിപ്പിക്കുക എന്നത് അതിന്റെ ഭാഗമാണ്. തന്റെ അരമുണ്ട് മുറുക്കി ഉടുത്തൊരു വല്ലാത്ത ജാഗ്രതയുടെ തയ്യാറെടുപ്പുണ്ടായിരുന്നു, ഒരു ഒരുക്കുണ്ടായിരുന്നു. ഒരുങ്ങണം, നമ്മൾ മാറ്റിവെക്കണം. നമ്മൾ മാത്രം പള്ളിയിൽ ഇരിക്കുന്നു, ഭാര്യ ഫോണിലാണ്, മക്കള് അങ്ങാടിയിലാണ്. അവരതാ 420യും മറ്റും സാധനങ്ങളും തിന്നും കുടിച്ചും അങ്ങാടിയിൽ നടക്കുകയാണ്. ഷോപ്പിങ്ങിന്റെ പേര് പറഞ്ഞ് കുടുംബസമേതം കറങ്ങി നടക്കുകയാണ്. പ്രവാചകന്റെ ചരിത്രം പറയാണ്, ഈ ആരാധനയിലേക്ക് തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തി കൊണ്ടുവരികയാണ്. എല്ലാവർക്കും കിട്ടണം ഇതിന്റെ മൂല്യം. ആ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നഷ്ടപ്പെടാതിരിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയും പകലിലും ഒരു വേറിട്ട ജീവിതമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഖുർആനിനെ പരിശോധിക്കാറുണ്ടായിരുന്നു. നബി തങ്ങൾ ജിബ്രീൽ വരുന്ന സമയത്തെക്കുറിച്ച് പറയാണ്, അജ്വദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ദാനം ചെയ്യുന്നത് നബിയായിരുന്നു. നബിക്ക് എത്ര കോടിന്റെ ആസ്തി ഉണ്ട്, എത്ര വലിയ ബിസിനസ് ഉണ്ട്? ഒന്നുമില്ല. പക്ഷെ ഉള്ളതെന്താണോ അത് കൊടുക്കാനുള്ള മനസ്സായിരുന്നു. നമ്മൾ ഇപ്പോഴും ആലോചിക്കുകയാണ്, കളക്ഷൻ കൂടുതലാണ്, സ്ഥാപനങ്ങളുടെ പൈസ ഒരുപാട് ആവശ്യങ്ങൾ ചെലവ് വരികയാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങിയ പിരിവാണ്. നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇഖ്ലാസോടെ നമ്മൾ ചെയ്യാൻ, നമ്മുടെ കഴിവ് നമുക്കറിയാം. ഇത് കൊടുക്കുന്ന മനുഷ്യന്റെ ഗുണമെന്താണ്? അള്ളാന്റെ ഖുർആൻ പറയാണ്, വമാ അൻഫഖ്തും മിൻ ശൈഇ, നിങ്ങൾക്ക് ലഭിച്ചതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെലവഴിച്ചാൽ ഫഹുവ യുഖ്ലിഫുഹു, അല്ലാഹു അതിന് പകരം വേറെ തരും. നിങ്ങൾക്ക് നഷ്ടം വരൂല. കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾക്കൊരിക്കലും നാശനഷ്ടം വരൂല, നിങ്ങൾക്ക് പകരം തരും. വഹുവ ഖൈറുർ റാസിഖീൻ, ഏറ്റവും നന്നായി റിസ്ക് തരുന്നത് അല്ലാഹയാണ്. ഞാനിതൊക്കെ കൊടുത്താൽ എനിക്ക് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ജീവിക്കണ്ടേ? അല്ലാഹ് തരും, പരിഹാരം പടച്ച റബ്ബ് തുറന്നിട്ട് തരും. എല്ലാ പ്രഭാതത്തിലും ഒരു മലക്ക് വിളിച്ച് പറയുന്നു, പ്രാർത്ഥിക്കുന്നു. മലക്കാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ ചെലവഴിക്കുന്നവർക്ക് പകരം കൊടുക്കണേ അല്ലാഹ്. ഇബ്നുൽ മൻദൂർ റഹിമഹുല്ലാഹ് പറയാണ്, മലക്കാണ് പ്രാർത്ഥിക്കുന്നത്. വദുആഉൽ മലായികത്തി മുജാബുൻ, മലക്കുകൾ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ട്. ആകയാൽ നമ്മൾ ദാനം ചെയ്യുക. എന്തൊക്കെ ദാനം ചെയ്യാം? വെറും പണം മാത്രം ചിന്തിക്കല്ലേ. വസ്ത്രമാകാം, വെള്ളമാകാം, ഈത്തപ്പഴമാകാം. കഴിയുന്ന നമ്മുടെ മേഖലക്കനുസരിച്ചുകൊണ്ട് എന്താണോ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എത്രയെത്ര മനുഷ്യരുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ. അവരെ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? വീടിന്റെ പണി പൂർത്തിയാകാതെ സ്വന്തമായി നല്ലപോലെ ജീവിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ പറ്റുമോ? പെരുന്നാളായി നമ്മളൊക്കെ കുടുംബസമേതം 2-3 തരം നോക്കി നല്ല ബ്രാൻഡഡ് വസ്ത്രങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഈ നാട്ടിലെ 50-ലേറെ കുട്ടികളുടെ കണക്കെടുത്ത് വസ്ത്രം മേടിക്കാൻ പ്രയാസപ്പെടുന്നവർ നമ്മൾ എത്ര പേര് സഹകരിച്ചു? 1300 രൂപയുടെ ഈദ് കിസ്വ എന്ന പ്രൊജക്ട് പാവപ്പെട്ട മനുഷ്യന്റെ മക്കൾക്ക് വസ്ത്രം മേടിക്കാനാണ്. സഹകരിക്കണം. കഴിയുന്ന പോലെ ഫുള്ളെങ്കിൽ ഫുള്ള്, പകുതിയെങ്കിൽ പകുതി. നമ്മൾ സന്തോഷിക്കുന്നു, നമ്മുടെ കുടുംബം സന്തോഷിക്കുന്നു. അതില്ലാത്തവന്റെ വേദന മനസ്സിലാക്കുന്നു. രോഗികളായ എത്ര പേരാണ് ദിവസവും ആശുപത്രി ചെലവുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഈ അടുത്തൊരു പള്ളിയിൽ ഒരു സഹോദരൻ വന്നു. അദ്ദേഹത്തിന്റെ രോഗം ബ്ലഡ് ക്യാൻസർ ആയിരുന്നു.
അതിന് 10 കൊല്ലമായി ആ മനുഷ്യൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസത്തെ ഒരു നേരത്തെ ഗുളികയ്ക്ക് 500 രൂപ. ഒരു ദിവസം 2 ഗുളിക അദ്ദേഹത്തിന് സ്ഥിരമായി മുടങ്ങാതെ 10 കൊല്ലമായി കഴിക്കണം. ഒരു ദിവസം 2 ഗുളികക്ക് വേണ്ടി 1000 രൂപ. നമ്മൾ ഇന്ന് എത്ര സുഖത്തിലും എത്ര അള്ളാഹുവിനോട് സ്തുതി പറയണമെന്ന് ചിന്തിക്ക്. ഇത് കഷ്ടപ്പെടുന്നവന്റെ വേദനയ്ക്ക് പകരമാകാൻ ഒരു ഗുളികക്ക്, ഒരു മരുന്നിന്, ഒരു സൂചി വെക്കാൻ, ഒരു ഡയാലിസിസിന് നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ സ്വതക്കയിൽ നിന്ന് പോകണമെന്നാണ് ഈ പഠിപ്പിക്കുന്നത്. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. അവർ നന്നായി പണം ചെലവഴിക്കും. ഒരുപാട് കാലം കൂലി കിട്ടുന്ന ജാമിഅ പോലെയുള്ള സ്ഥാപനങ്ങൾ, റേഡിയോ സംവിധാനങ്ങൾ, ചെറിയ സംഖ്യ കൊണ്ട് കൊല്ലങ്ങളോളം പ്രതിഫലം വാരിക്കൂട്ടാൻ പറ്റുന്ന മേഖലകൾ നമ്മൾ ചിന്തിക്കണം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ആര്? ഇനി പറയുന്ന സ്വഭാവമുള്ളവര്. ഇദാ തുലിയത് അലൈഹിം ആയാതു സാദതുഹും ഈമാന, അള്ളാന്റെ ആയത്ത് ഓതി കേൾപ്പിച്ച് കേട്ട് കഴിഞ്ഞാൽ ഈമാൻ കൂടും. പ്രസംഗം കേട്ടാൽ ഈമാൻ കൂടണം. ആയത്ത് ഉദ്ധരിച്ചുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഈമാൻ കൂടുന്നവരാ. ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് ഈമാൻ കൂടുക, അത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ എല്ലാ കാര്യങ്ങളും ബരമേൽപ്പിക്കുന്നവരാണ്. അടുത്ത ശ്രദ്ധിക്ക്, അല്ലദീന യുഖീമൂനസ്സലാ, അവർ നമസ്കാരം കൃത്യനിഷ്ഠമായി പാലിക്കുന്നവരാണ്. അതോടൊപ്പം വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് കൊടുത്തതിൽ നിന്ന്, പടച്ചോൻ തന്നതിൽ നിന്ന് അവർ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടതിൽ ചെലവഴിക്കുന്നവരാണ്. അവരാണ് ഒറിജിനൽ മുഅ്മിനീങ്ങൾ. ആ പ്രയോഗം തന്നെ എത്ര കൃത്യമായിട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് ഈ ദിനങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ പോലും നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മൾ എന്തിൻ്റെയൊക്കെയോ തിരക്കിലാണ്, നമ്മൾ എന്തിൻ്റെയൊക്കെയോ പ്ലാനിങ്ങിലാണ് പോണത്. ഒന്ന് തിരിച്ചു പഠിക്കണം. ആയുസ്സാണ് തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന റമദാൻ ആർക്കുണ്ടാകുമെന്ന്, ആരൊക്കെ ജീവിതത്തിൽ വരുമെന്നാരൊക്കെ അവിടെ ഉണ്ടെന്ന് ഒരു ഗ്യാരണ്ടിയും പറയാൻ കഴിയാത്ത ഒരു ചാൻസ്. ആരെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ ആ ഹുർമത്ത് നഷ്ടപ്പെട്ടുവോ, നഷ്ടപ്പെടുത്തിയോ, അവൻ എല്ലാ ഖൈറും നഷ്ടപ്പെടാൻ പോവാണ്. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഅ്തികാഫിനെ കുറിച്ച് ചിന്തിക്കണം. ഇഅ്തികാഫിനെ കുറിച്ച് ചിന്തിക്കാന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കേണ്ടാവും, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഉണ്ടാകാം, കഴിയുന്ന സമയമെങ്കിൽ. 24 മണിക്കൂർ തന്നെ വേണമെന്നൊന്നുമില്ല. 2 മണിക്കൂറുള്ള പറ്റുമെങ്കിൽ 2 മണിക്കൂർ ഇരിക്ക്. നിന്റെ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് പള്ളിയിലങ്ങ് വന്ന് ഇരുന്ന് മറ്റു വർത്താനങ്ങളൊക്കെ ഒഴിവാക്കി ലുസൂമൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ തന്നെയും ചടഞ്ഞു കൂടി ഇബാദത്തുകളിലും പ്രാർത്ഥനയിലുമായി കഴിഞ്ഞുകൂടലാണ് ഇഅ്തികാഫ്. അതിന് സാധ്യമാകുന്നവർ പകല് കഴിയുന്നവർ പകല്, രാത്രിയാകുന്നവർ രാത്രി, അങ്ങനെ കഴിയാവുന്ന പോലെ. ഈ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടുള്ള എത്ര പരാമർശങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ. കഅബാലയം പണിതുയർത്തിയ സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ഇബ്രാഹിം നബിനോട് പറയുന്നുണ്ട്, അന്ന് പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും ഈ കഅബ നന്നായി വൃത്തിയാക്കണം. കഅബയുടെ പരിപാലനം പറഞ്ഞു കൊടുക്കുക. അൻതുഹിറാ ബൈത്തിയ, എന്റെ ഭവനം നിങ്ങൾ 2 ആളും വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം. ആർക്ക് വേണ്ടി? ലിത്വാഇഫീന, അവിടെ തവാഫ് ചെയ്യുന്നവരുണ്ട്, അവർക്ക് വേണ്ടി. വൽ ആകിഫീന, അവിടെ ഇഅ്തികാഫ് ഇരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി. വറുക്ഇസ് സുജൂദ്, റുകൂഇലും സുജൂദിലുമായി അവിടെ കഴിയുന്നവരുണ്ട്, അവർക്കൊക്കെ വേണ്ടി നന്നായി വൃത്തിയാക്കണം. അന്ന് പറഞ്ഞതാണ് ഇഅ്തികാഫ്. പള്ളിയിൽ കഅബയിൽ ഇരിക്കുക. ഇനി നബിതങ്ങൾ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം കാണാൻ സാധിക്കും. അവിടുത്തെ പ്രിയപ്പെട്ടവർ പറയുന്നുണ്ട്, നബിതങ്ങളുടെ റമദാനിൽ, എല്ലാ റമദാനിലും ഇഅ്തികാഫ് ഉണ്ട്. എല്ലാ റമദാനിലും ഉണ്ട്. അവസാനത്തെ റമദാനിൽ 20 ദിവസമാണ് ഇരുന്നത്. ഹത്താ തവഫാഹു, നബി മരിക്കുന്നത് വരെ അതുണ്ടായിരുന്നു. പ്രവാചകന്റെ മരണശേഷം പ്രവാചകന്റെ ഭാര്യമാര് ഇഅ്തികാഫിരുന്നിരുന്നു. നേരത്തെ നബി തങ്ങൾ ഭാര്യമാരുടെ കൂടെയാണ്, കുടുംബത്തിന്റെ കൂടെയാണ്. അവർ മറ്റൊരു വശത്ത്, പ്രവാചകൻ ഇപ്പുറത്ത് പുരുഷന്മാരുടെ വശത്ത്. കുടുംബം ഇഅ്തികാഫിലായിരുന്നു. പ്രവാചകന്റെ മരണശേഷം ഭാര്യമാർ ഒരു ഹറാമായ കാര്യമായിരുന്നുവെങ്കിൽ അവർ അത് അനുഷ്ഠിക്കുമോ? ഇല്ല, അവർ തുടർന്ന് ഇഅ്തികാഫ് ചെയ്തു. ഇസ്ലാമിൽ പുരുഷന് മാത്രമല്ല സ്ത്രീക്കും ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, ആരാധനാ സ്വാതന്ത്ര്യം. അവർക്കും വൃത്തിയായി നല്ല രൂപത്തിൽ സൗന്ദര്യങ്ങളും ആഡംബരങ്ങളൊന്നുമില്ലാതെ മാന്യമായി പള്ളികളിൽ വരാം, നമസ്കരിക്കാം, ക്ലാസ്സുകൾ പങ്കെടുക്കാം, ഇഅ്തികാഫ് ഇരിക്കാം, ഇസ്ലാം വെച്ച നിബന്ധനകളൊക്കെ പാലിച്ച്. അള്ളാന്റെ ഖുർആനിൽ
റമദാനിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച് പറഞ്ഞ ആയത്തിന്റെ ഇടയിൽ ഒരു ആയത്തുണ്ട്, വലാ തുബാഷിറൂഹുന്ന, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ചുംബിക്കരുത്, വഅൻതും ആകിഫൂന ഫിൽ മസാജിദി, പള്ളികളിൽ ഇഅ്തികാഫിലായിരിക്കുമ്പോൾ. ഖുർആനിലായി പറയുന്നത്. അപ്പോൾ പള്ളിയിലാണെങ്കിൽ ഭാര്യമാര് ചുംബിക്കരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അവർക്ക് അനുവദനീയമാണ് ഇഅ്തികാഫ്. എന്നാൽ ഒരാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അവരുടെ ഇഅ്തികാഫ് മുറിഞ്ഞു പോകും. ഒരാൾ ഇഅ്തികാഫ് ഇരിക്കുക, അയാൾ ആവശ്യമില്ലാതെ അങ്ങനെ അങ്ങാടി കൂടെ ഓരോ കാര്യങ്ങൾക്ക് മേടിക്കാൻ പോവുക, പിന്നെ അടുക്കന് വന്നിരിക്കുക, അയാൾ ഇഅ്തികാഫ് ബാത്തിലാവും. ഇരിക്കുന്ന സമയം നിയ്യത്തോടുകൂടെ പൂർണ്ണമായി പള്ളിയിലേക്ക് അയാൾ മാറണം. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണം. അതേത് ആവശ്യം, ഏത് അത്യാവശ്യം എന്ന് നമ്മൾ ചിന്തിക്കണം. പള്ളിനകത്ത് അനാവശ്യമായ കളിച്ചിരി തമാശകൾ കൊണ്ട് നശിപ്പിക്കരുത്. മൊബൈലിന്റെ മിസ്യൂസിങ് ആ സന്ദർഭങ്ങൾ വരരുത്. വെറും ഉറക്കം മാത്രമാകരുത്. തീറ്റയും കുടിയുമായി മാത്രം ഇഅ്തികാഫിനെ മാറ്റരുത്. മറിച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് സംസാരമാകാം, കൂടിയാലോചനകളാവാം. ഉറക്കം വരുമ്പോൾ അല്പം ഉറങ്ങാം, അതൊന്നും വിരോധിക്കപ്പെട്ടതല്ല. എന്നാൽ അതിന്റെ ഏറ്റവും പൂർണ്ണതയിലേക്ക് എത്താൻ ശുദ്ധമായ മനസ്സുമായി കൂടുതൽ സമയം ഇബാദത്തിൽ വരിക. എന്താ? ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ ഇരുത്തം. അങ്ങനെ രാത്രി ഉണ്ടോ? അങ്ങനെ ഒരു രാത്രി ഉണ്ട്. അത് എല്ലാ വർഷത്തിലുമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് ദുഹാനിന്റെ 1-ാമത്തെ ആയത്ത് മുതൽ 3-ാമത്തെ ആയത്ത് വരെ പറഞ്ഞ ആ ഭാഗം നോക്കൂ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് നാം ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതാണ് ആ രാത്രി? അടുത്ത ആയത്തിൽ പറഞ്ഞു ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. മറ്റൊരായത്തിൽ അത് വിശദീകരിച്ച് പറഞ്ഞു അത് ലൈലത്തുൽ ഖദറാണ്, അത് 1000 മാസത്തേക്കാൾ പോരിശയുള്ള ഒരു രാവാണ്. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 കൊല്ലാണേ. നമുക്കൊരു ആയുസ് കിട്ടുമോ? 83 കൊല്ലം ജീവിക്കാൻ നമുക്ക് കിട്ടുമോ? ആ കിട്ടാത്തവൻക്കും ലഭിക്കും അതിന്റെ പുണ്യം. ആ ഒരൊറ്റ രാത്രി നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാലേ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാവ്, ഖുർആൻ ഇറങ്ങിയ രാവ്, അനുഗ്രഹീതമായ രാത്രി, 1000 മാലാഖമാർ, 1000 മാസത്തേക്കാൾ പോരിശയുള്ള മഹത്വമേറിയ രാത്രി, ജിബ്രീൽ അടക്കമുള്ള മലായിക്കത്തുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന രാത്രി, പ്രഭാത സമയം വരേക്കും അള്ളാഹുവിന്റെ പ്രത്യേക സമാധാനം ഇറക്കി തരുമെന്ന് പറഞ്ഞു. എന്നിട്ടും ആളുകൾ പറയാണ്, ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ ലൈലത്തുൽ ഖദറൊക്കെ എന്നോ കഴിഞ്ഞു പോയിക്കണു, ഇനി ലൈലത്തുൽ ഖദർ ഒന്നും വരൂല എന്നാണ് ചില മനുഷ്യന്മാർ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയാണ്, ഫൽതമിസൂഹാ, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. കഴിഞ്ഞു എന്നല്ല പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം. ഫിത്താസിഅ 27-നോ വസ്സാബിഅ 29-നോ വസ്സാബിഅ 27-നോ വൽ ഖാമിസ 25-നോ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഒറ്റയിട്ട രാവ് പ്രതീക്ഷിക്കാൻ. മറ്റൊരു റിപ്പോർട്ടിൽ അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. അവസാനത്തെ 10 മൊത്തമുണ്ട്, എന്നാലും അതിൽ കൂടുതൽ സാധ്യത ഒറ്റയിട്ട രാവുകൾക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒറ്റയിട്ട രാവുകൾ നമ്മുടെ നാട്ടിൽ ചൂഷണങ്ങൾക്ക് സാധ്യതയുണ്ട്. 27-ാം രാവിന്റെ അന്ന് പള്ളിയിൽ ഇഅ്തികാഫിരിക്കേണ്ട മുഅ്മിനീങ്ങളുടെ മുമ്പിലേക്ക് ഒരു മെസ്സേജ് വരും, ഞങ്ങളെ പാടത്തേക്ക് വന്നോളൂ, ഗ്രൗണ്ടിൽ വന്നോളൂ, ഇവിടെ തൗബയുണ്ട്, ഇവിടെ സ്വലാത്തുണ്ട്, ഇവിടെ നബിയെ നേരിട്ട് സ്വപ്നം കാണാനുള്ള കറാമത്ത് കഥകളുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കൂലിയും തൗബയും പുണ്യവുമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ പള്ളിയിലിരിക്കാം. ആ പുരോഹിതന്മാരുടെ ചാക്ക് നിറക്കാൻ, പണച്ചാക്ക് നിറക്കാൻ, ആ പുരോഹിതന്മാരുടെ ആത്മീയ വാണിഭത്തിന് കൊഴുപ്പ് പകരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് സ്വാഗതം. ചൂഷണമാണ്, തികഞ്ഞ ചൂഷണം. 27-ാം രാവിന്റെ മഹത്വം പഠിപ്പിക്കുന്ന ഹദീസുകൾ പഠിപ്പിക്കുന്നത് മുഴുവൻ, അല്ലെങ്കിൽ ഒറ്റയിട്ട രാവുകളുടെ മഹത്വം പഠിപ്പിക്കുന്നതിന്റെ മുഴുവൻ അവർ ഇബാദത്തുകളിൽ പള്ളികളിൽ ചെലവഴിക്കണമെന്നുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെ ലേഖനങ്ങൾ. ഒരു സംശയമില്ല. ഒരങ്ങാടിക്കും ഒരു പാടത്തിനും അതിൻ്റെക്കാൾ പോരിശ വേറെ കൊടുത്തിട്ടില്ലേ പള്ളികളിൽ ഇരിക്കുന്നതിനേക്കാൾ. എന്നാൽ ഈ കൗമിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു. ഇനി ചിലര് പാടത്തേക്ക് വിട്ടില്ലെങ്കിലും പള്ളികളിൽ ദീൻ പഠിപ്പിക്കാത്ത സ്വലാത്തുകൾ രാവാണെന്ന് പറയുന്നു. എല്ലാ മനുഷ്യന്മാരും അതിൻ്റെ കിട്ടാൻ വേണ്ടി വരും. അവരെ കൊണ്ട് ദീനിലില്ലാത്ത ദിക്ർ, ദീനിലില്ലാത്ത സ്വലാത്തുകൾ, ദീൻ പഠിപ്പിക്കാത്ത പല ചടങ്ങുകൾ കൊണ്ടുവന്ന് നിറച്ച് നശിപ്പിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ട. ഇമാം സുഫിയാൻ സൗരിയെ പോലെ പണ്ഡിതന്മാർ പറഞ്ഞു, അവസാന 10 വന്നാൽ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ടും കഠിനമായി അധ്വാനിച്ചുകൊണ്ടും കുടുംബക്കാരെ ഒന്നിണക്കി ഇബാദത്തിൽ മുഴുകി കൊണ്ടുപോകുവാനുമാണ് എനിക്കിഷ്ടമെന്ന് സുഫിയാൻ സൗരി റഹിമഹുല്ലയെ പോലെയുള്ള താബഈങ്ങൾ പറയുന്നുണ്ട്. അത് ഷോപ്പിങ്ങിനും അങ്ങാടി കറക്കങ്ങൾക്കും അതുപോലെ തന്നെ അനാവശ്യമായ പുറത്തിറങ്ങി വിലസുന്നതിനും ദയവ് ചെയ്ത് നല്ലൊരു മുഅ്മിനാണെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്.
അതൊരു തരം അപമാനിക്കുന്ന പ്രവർത്തനമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നണം. അവസാനത്തെ 10 ദിനങ്ങൾ മുഴുവൻ അങ്ങാടിത്തിരക്കുകൾ ഉണ്ടാക്കുന്നതിനായി നമ്മൾ പോകുന്നുവെങ്കിൽ എത്ര ദുഷ്കരമാണ് അതിൻ്റെ അപകടമെന്ന് ആലോചിച്ച് നോക്ക്. മാത്രമല്ല, നമുക്ക് ഈ ദിനങ്ങളിൽ ഇതുവരെ കരയാത്തവർ ഒന്ന് കരയേണ്ട ദിനങ്ങളാണ്. ഇതുവരെ 2 പത്തിൽ പൊട്ടിക്കരയാത്തവർ കരയണം ഒറ്റയ്ക്കിരുന്നിട്ട്. എന്തിന്? എന്തു പ്രശ്നമാണ്? സ്വന്തം പാപങ്ങൾ പടച്ചോൻ പുറത്തു കിട്ടണം എന്ന നീയത്തിലിരുന്ന് കരയണം നമ്മൾ. ഒറ്റക്കൊരു മനുഷ്യൻ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നു. അവനിങ്ങനെ ഇരുന്ന് അള്ളാനെ കുറിച്ചോർത്ത്, അള്ള തന്ന നിഅമത്താലോചിച്ച്, അള്ള നൽകുന്ന പരീക്ഷണങ്ങൾ ഓർത്തുകൊണ്ട് ഒറ്റക്കിരുന്ന് കരയുന്നവനാണെങ്കിൽ അള്ളാന്റെ തണല് കിട്ടുമെന്നാ പറഞ്ഞത്. ചില കണ്ണുകളെ നരകം തൊടൂല, ചില കണ്ണുകൾ നരകത്തിൽ വീഴൂല. ആരാണ്? ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അള്ളാനെ പേടിച്ചിട്ട് നെഞ്ചകം പൊട്ടി കരയുന്ന അടിമകളുടെ കണ്ണ് നരകത്തിൽ എത്തൂല എന്ന ഹദീസ് പഠിപ്പിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ കുറിച്ചോർക്കുക, അള്ളാന്റെ അദാബിനെ കുറിച്ചോർക്കുക, അള്ളാഹ് തന്ന നിഅമത്തിനെ കുറിച്ചോർത്തൊന്ന് കരഞ്ഞ് കണ്ണുനീർ പൊഴിക്കുന്ന കണ്ണുകളായി വിനയാന്വിതരായി പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാവട്ടെ. ഇനിയുള്ള ദിനങ്ങളെങ്കിലും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.